സുധർമ്മ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്കാനിംഗ് സെന്റർ, ബസ് സ്റ്റാൻഡ് ബൈപ്പാസ് റോഡ്, എടവണ്ണപ്പാറ. എടവണ്ണപ്പാറയിൽ സമ്പൂർണ്ണ ഓട്ടോമേറ്റഡ് ഹോർമോൺ ആൻഡ് ഇമ്മ്യൂണോളജി ക്ലിനിക്കൽ ലബോറട്ടറി ഞങ്ങൾ ഉറപ്പുതരുന്നു. ഏറ്റവും കൃത്യതയാർന്ന പരിശോധനാ ഫലം. പരിശോധന ലഘുവാക്കാം, ആരോഗ്യം ഉറപ്പാക്കാം. അത്യാധുനിക ലാബ് സ്കാനിംഗ് ഉപകരണങ്ങളുടെ സഹായത്തോടെ കൃത്യമായ പരിശോധനയും അതിവേഗ റിപ്പോർട്ടുകളും. ശരിയായ രോഗനിർണയത്തിന് ശരിയായ സ്കാനിംഗ്. ആധുനിക ഉപകരണങ്ങൾ, അനുഭവ സമ്പന്നരായ ഡോക്ടർമാർ, കൃത്യതയാർന്ന റിപ്പോർട്ടുകൾ. നിങ്ങളുടെ ആരോഗ്യത്തിനായി സുധർമ്മ ലാബ് ആൻഡ് സ്കാനിംഗ് സെന്റർ. ഗർഭിണികൾക്കുള്ള സ്കാനിംഗ്, തൈറോയിഡ് സ്കാനിംഗ്, വീനസ് ഡോപ്ലർ, ബ്രസ്റ്റ് സ്കാനിംഗ് തുടങ്ങി എല്ലാവിധ സ്കാനിങ്ങുകളും ലേഡി ഡോക്ടറുടെ സാന്നിധ്യത്തിൽ ലഭ്യമാക്കുന്നു. സുധർമ്മ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്കാനിംഗ് സെന്റർ, ബസ് സ്റ്റാൻഡ് ബൈപ്പാസ് റോഡ്, എടവണ്ണപ്പാറ. മാവൂർ എളമരം പാലത്തിന് സമീപം തട്ടുകട തീപിടിച്ച് നശിച്ചു. മാവൂർ കൂളിമാട് റോഡിൽ എളമരം വളവിൽ പ്രവർത്തിച്ചിരുന്ന തട്ടുകടയാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. തട്ടുകടയിൽ നിന്നും തീയും പുകയും ഉയരുന്നത് പരിസരവാസിയുടെ ശ്രദ്ധയിലാണ് ആദ്യം പെട്ടത്. ഉടൻ തന്നെ മാവൂർ പോലീസിൽ വിവരം അറിയിച്ചു. മാവൂർ പോലീസ് മുക്കം ഫയർ യൂണിറ്റിന് വിവരം കൈമാറി. മുക്കം ഫയർ യൂണിറ്റ് ഉടൻ തന്നെ സ്ഥലത്തെത്തി തീയണച്ചു. മാവൂർ എളമരം റോഡിലാണ് ഈ തട്ടുകട. പിന്നെ ഒരു 6 മാസമൊക്കെ ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട്. ഇന്നലെ രാത്രി ഒരു 1:30 ആകുമ്പോഴാണ് ഉണ്ടായത്. ആരോന്ന് പിന്നെ രാത്രി വിളിച്ച് പറഞ്ഞാണ്. ഞാൻ വരുമ്പോൾ അവിടെ ഫയർഫോഴ്സും 2 വണ്ടി ഫയർഫോഴ്സും പോലീസുകാരൊക്കെ ഉണ്ട്. ഏകദേശം കത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മൊത്തം സാധനങ്ങളും ഏകദേശം നശിച്ചു പോയിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ട് എന്നല്ല, പിന്നെ അല്ലാതെ അടുപ്പിനൊക്കെ ഫുള്ള് രാത്രി ഞാൻ 10-10 വന്ന് മൊത്തം നോക്കിപ്പോയതാണ്. തീയിട്ടായിട്ട് തന്നെയാണ് എനിക്ക് 100% വിശ്വാസം. പാത്രങ്ങളും സ്റ്റൂളും ഗ്യാസ് അടുപ്പും അടക്കം മുഴുവൻ വസ്തുക്കളും കത്തി കട പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. മനഃപൂർവ്വം തീയിട്ട് നശിപ്പിച്ചതായാണ് കരുതുന്നതെന്ന് കടയുടമ വേണുഗോപാൽ ആരോപിച്ചു. ന്യൂസ് 10 മാവൂർ. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.